കുറേ നാളായിട്ടോ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ആക്ച്വലി കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതാ നെയ്യില്ലേ, നെയ്യ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാനിൽ നെയ്യ് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ സ്പൈസസ് ഉണ്ടല്ലോ, സ്പൈസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൈസസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓനിയൻ ഇല്ലേ, കണ്ടോ ഓനിയൻസ്, ഓനിയൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, സബോള. ഓക്കെ, ദെൻ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാൻ കുറച്ചിതാ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഉണ്ട് കയ്യിൽ, അപ്പം ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഗരം മസാല ഇല്ലേ, അത് തന്നല്ലോ എൻ്റെ കിച്ചൺ റെസ്റ്റോറൻസിൻ്റെ ഗരം മസാല ഉണ്ട്. അപ്പം ഞാനത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇല്ലേ, ടർമറിക് പൗഡർ, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് എന്താ പറയുക, മുളക് പൊടി, ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കണം. അപ്പോൾ അവളധികം സ്പൈസസ് ഒന്നും കഴിക്കില്ല. അപ്പം ഞാൻ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. PSC പഠനവും കാര്യങ്ങളൊക്കെ തിരക്കിലായിരുന്നു. ഡിഗ്രി പ്രിലിംസ് പാസ്സായി, അതുപോലെ LDC എക്സാമിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. ദെൻ നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ വെള്ളം തിളക്കട്ടെ, തിളക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് തിളച്ചു തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് റൈസ് ഇടാൻ പോവുക. ജീരകശാലയുടെ അരിയാണ് കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരി തിളച്ചു കൂട്ടാം. നമുക്കപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം. ഓക്കെ, ചീഞ്ചട്ടി ഒന്ന് അടച്ച് വെക്കുകയാണ്. നമ്മളിതിങ്ങനെ അടച്ച് വെക്കാം. ഓക്കെ, ഇനി അരി വേവട്ടെ, അതിന് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ, ഓൾമോസ്റ്റ് റൈസ് കുക്കഡ് ആയിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് കുക്കായിട്ടുണ്ട്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഓൾമോസ്റ്റ് അത് കുക്കഡ് ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ, കഴിച്ചു നോക്കട്ടെ. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ശിവനെക്കുട്ടിക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് വെജിറ്റബിൾ പുലാവാണ് ഞാൻ വെക്കണേ. ഇതാ കുറച്ച് പുലാവ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ
കുറച്ച് ബട്ടർ കുക്കീസ് ഉണ്ടല്ലോ, അത് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.